നോമ്പ് ചിന്തകൾ 2-ാം ചൊവ്വ. വിശുദ്ധ ലൂക്കാ സുവിശേഷം 18 മുതൽ 30 വരെ തിരുവചനങ്ങൾ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം സമ്പത്തും ശിഷ്യത്വവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. ധനികനായ മനുഷ്യൻ ഈശോയോട് ചോദിക്കുന്നു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഈശോ പറഞ്ഞ പ്രമാണങ്ങളെല്ലാം അയാൾ അനുസരിക്കുന്നുണ്ട് എന്ന് അവകാശപ്പെടുമ്പോൾ ഈശോ അയാളോട് പറയുന്നു, നിനക്ക് ഒരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ എന്നെ അനുഗമിക്കുക. ഈ ലോകത്തിൻ്റേതായതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നവർക്ക് യഥാർത്ഥ ശിഷ്യനാകാൻ കഴിയൂ. നമ്മുടെ മുൻപിൽ ലോകം വെച്ച് നീട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവയെല്ലാം എത്തിപ്പിടിക്കാൻ നാം ശ്രമിക്കുമ്പോൾ ദൈവത്തിലുള്ള നമ്മുടെ പിടുത്തം, ആശ്രയത്വം കുറയുന്നു. സമ്പത്തിൽ കുറവ് വരുമ്പോൾ ദൈവത്തിൽ ആശ്രയം കൂടും. നമുക്ക് കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി മാറാം. നോമ്പുകാലം ലോകത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് അകന്ന് ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കാൻ നാം പരിശ്രമിക്കുന്ന കാലമാണല്ലോ. ഇത് സാധ്യമാകുമ്പോൾ യഥാർത്ഥ ശിഷ്യരാകാനും നിത്യജീവൻ സ്വന്തമാക്കാനും നമുക്കും സാധിക്കും. അതിന് ഈശോ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.